ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നിലമ്പൂരിൽ ആവേശപ്പോര്. പ്രവർത്തകരെ ഇളക്കിമറിച്ച് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കയറുന്നു. നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ റോഡ് ഷോ ആയാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് എത്തിയത്. ഇന്ന് രാവിലെ നിലമ്പൂരിലെത്തിയ LDF സ്ഥാനാർത്ഥി M സ്വരാജിന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എന്ന് വെച്ചാൽ അതിനിടെ നിലമ്പൂർ ടൗണിൽ UDF LDF പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. ഇരു സ്ഥാനാർത്ഥികളുടെയും റോഡ് ഷോ നേർക്കുനേർ വന്നപ്പോഴായിരുന്നു സംഘർഷമുണ്ടായത്. വിവരങ്ങളുമായി വിപിൻ സി വിജയനും റാഫി കരീമും ആർ ഷീത്തും ചേരുന്നു. റാഫിയിലേക്ക് എത്തുന്നതിന് മുമ്പ് വിപിൻ, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അത് ഔദ്യോഗികമായി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ എത്രത്തോളം ചൂടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും അവിടെ നടക്കുക എന്നത് ഈ രാവിലെ മുതൽ നമ്മൾ അവിടുത്തെ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടോ? ആ റോഡ് ഷോ അവിടെ എത്തിയോ? അതെ വിജയകുമാർ, അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ഇതായി താലൂക്ക് ഓഫീസിലേക്ക് കയറുകയാണ്. അതായത് നിലമ്പൂരിന്റെ തഹസീൽദാറായിട്ടുള്ള MP സിന്ധുവിന് മുൻപാകെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ പ്രചാരണം സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം അതായത് ഏകദേശം 34 വർഷത്തോളം നിലമ്പൂരിന്റെ മണ്ണ് അത് UDFിനൊപ്പമായിരുന്നു. അതിനുശേഷം കൈവിട്ട മണ്ഡലം ഇപ്പോൾ തിരിച്ചു പിടിക്കാനുള്ള നിയോഗം UDF ഏൽപ്പിച്ചിരിക്കുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ മകനെ തന്നെയാണ്. ആര്യാടൻ ഷൗക്കത്ത് വലിയ ആത്മവിശ്വാസത്തിലുമാണ്, ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ള ഇത് തന്നെയാണ് UDFിനെ സംബന്ധിച്ച് അവരുടെ ഒരു ആത്മവിശ്വാസത്തിനെ ആക്കം കൂട്ടുന്നതെന്ന് പറയാം. കാരണം KPCC അധ്യക്ഷനും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ മണ്ഡലത്തിൽ സജീവമായി തന്നെ നിൽക്കുന്നു. പാലക്കാട് കണ്ടതുപോലെ പ്രതിപക്ഷ നേതാവ് മണ്ഡലത്തിൽ തന്നെ സജീവമായി ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണം അതായിരുന്നു. ഒപ്പം തന്നെ യുവനിരയും ഈ റോഡ് ഷോയ്ക്ക് ഒപ്പമുണ്ട്. നിലമ്പൂരിൽ നിന്ന് ചന്തക്കുന്നിലാണ് താലൂക്ക് ഓഫീസുള്ളത്. അവിടേക്ക് റോഡ് ഷോ ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രകടനം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു കരുത്ത് തെളിയിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനത്തോടെയാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ഒരുങ്ങുന്നത്. KPCC ജനറൽ സെക്രട്ടറിയാണ്. ഇത് നിയമസഭാ അംഗത്തിൽ ഇത് രണ്ടാമത്തെ ഊഴമാണ് അദ്ദേഹത്തിന്. 2016 ഇതിന് മുൻപ് മത്സരിച്ചത്. വലിയ പ്രതീക്ഷയിൽ തന്നെ, ഒപ്പം തന്നെ രാഷ്ട്രീയമായി വലിയ ചൂട് പിടിച്ച ഒരു പോരാട്ടമായിരിക്കും നിലമ്പൂരിലേതെന്ന് വ്യക്തമായി കഴിഞ്ഞു. കാരണം മറുവശത്ത് M സ്വരാജ് എത്തുന്നു, ഒപ്പം തന്നെ PV അൻവർ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ അതിലൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം മത്സരിക്കാനുള്ള ഒരു സാധ്യത തെളിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ത്രികോണ പോരാട്ടം എന്ന് തന്നെ പറയാവുന്ന വളരെ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ പോരായിരിക്കും നിലമ്പൂരിലേത്. കനത്ത മഴയൊക്കെ ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമായിരിക്കും. ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് റോഡ് ഷോയുമായി ഇരു മുന്നണികളും സജീവമാവുന്നത്. അല്പസമയത്തിനകം തന്നെ ഇനിയിപ്പോൾ നാമനിർദ്ദേശ പത്രിക ആദ്യം UDF സമർപ്പിക്കുന്നു. ഈ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ അന്നു മുതൽ തന്നെ ഒരു പക്ഷേ ഈ ഒരു തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് UDF ക്യാമ്പിലാണെന്ന് പറയാം. അന്നു മുതൽ തന്നെ സ്ഥാനാർത്ഥികളിൽ 2 പേരുകൾ മാത്രം ഉയർന്നു കേട്ടതും UDF ക്യാമ്പിൽ നിന്നാണ്. അവിടെ സംശയമില്ലാത്ത രീതിയിൽ ആര്യാടൻ ഷൗക്കത്തോ VS ജോയിയോ എന്നുള്ള 2 പേരുകൾ മാത്രമായിരുന്നു. അന്നു മുതൽ തന്നെ കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചു. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ അതിനേക്കാൾ മുൻപ് മുസ്ലിം ലീഗ് മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയാണ് നിലമ്പൂരിൽ ആദ്യഘട്ടത്തിൽ കണ്ടത്. സ്ഥാനാർത്ഥിയുടെ പേരൊഴികെ മറ്റെല്ലാം ചുവരെഴുത്തുകൾ വരെ ആരംഭിച്ചിരുന്നു. കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്യണമെന്നടക്കമുള്ള അത്തരത്തിൽ എല്ലാ കൺവെൻഷനുകളും ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയിരുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആ ഘട്ടത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നു. ഇനി അങ്ങോട്ട് പ്രചാരണ ചൂട്. വിജയകുമാർ. മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു. സംവിധാനം ആരെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യത്തിന്റെ പുറത്ത് അത് പൊട്ടിപ്പൊളിച്ച് വലിച്ചെറിയാനൊന്നും നമുക്ക് കഴിയില്ല. ഇറ്റ് വിൽ ദർ
ഇറ്റ് വിൽ ബി ദർ, ഒരു സംശയമില്ല. കൂടെ അദ്ദേഹം വരുന്നെങ്കിൽ സന്തോഷം. ഇനി അദ്ദേഹം വരുന്നില്ല, അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കുന്നു, ആയിക്കോട്ടെ. മത്സരിക്കുന്നുണ്ടെങ്കിലും പോയിക്കോട്ടെ, നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം മത്സരിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വോട്ടിംഗ് ബാങ്കിങ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ എക്സാം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭയപ്പാടുമില്ല. നമുക്ക് CPM-ൻ്റെ വോട്ട് വേണ്ട. നമുക്ക് ഇദ്ദേഹം കൂടെ നിന്നിരുന്നെങ്കിൽ നമുക്കൊരു കൂടുതൽ കരുത്തായേനെ. ആര്? അൻവർ നമ്മുടെ കൂടെ വന്നിരുന്നുവെങ്കിൽ അദ്ദേഹം ആദ്യം തന്നെ അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് നമ്മളെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത്. CPM-നെതിരെയുള്ള സ്ട്രോങ് സ്റ്റാൻഡ്, അതിനോടൊപ്പം UDF-നോടൊപ്പം നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ എന്താ പറയുക തീരുമാനം. ആ തീരുമാനങ്ങളൊക്കെയാണ് നമ്മളെ അടുപ്പിച്ചത്. ഇപ്പോഴും അദ്ദേഹം UDF-ലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു തർക്കമൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തോട് വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നുമില്ല. അദ്ദേഹം വരുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൂടെ നിർത്തുന്ന പ്രശ്നത്തെക്കുറിച്ചിട്ട് UDF ചർച്ച ചെയ്യും, തീരുമാനങ്ങളും എടുക്കും. അല്ല, ഇല്ലാതാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ആരല്ല, അദ്ദേഹത്തിൻ്റെ ഡിമാൻഡാണ്. അദ്ദേഹം ഞാൻ പറയുന്നു, മത്സരിക്കാൻ വരുന്ന ഒരു മുന്നണിക്കകത്തൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്ത ഒരാൾ ഈ മുന്നണിക്കകത്ത് എങ്ങനെ കടന്നു വരും? പറഞ്ഞു ആ സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ തിരുത്താൻ തയ്യാറാണ്, അങ്ങനെ ആരെ നിർത്തിയാലും ഏത് ചെകുത്താനെ നിർത്തിയാലും പിന്തുണക്കുമെന്നുള്ളതാണ് ഞാൻ അറിയിച്ചത്. പക്ഷെ അതുപോലും അംഗീകരിക്കാൻ UDF നേതൃത്വം ചില ആൾക്കാർ അങ്ങനെ അറിയിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം എങ്ങനെ ഒന്നും കൂടെ പറഞ്ഞേ? ചില സീറ്റുകൾ അടക്കം ചോദിച്ചു. ആര്? അൻവർ വേറെ സീറ്റുകൾ ചോദിച്ചു. ചോദിച്ചപ്പോ അൻവറിന് ബേപ്പൂരും മലമ്പുഴയാണ് കൊടുക്കാൻ പറഞ്ഞത്. എന്നെ കൊല്ലാനാണോ നിങ്ങളുടെ തീരുമാനം എന്നാണ് അൻവർ ചോദിക്കുന്നത്. എൻ്റെ അറിവിൽ ആ ചർച്ചയൊന്നും എൻ്റെ അറിവിലില്ല. ഞാൻ ചർച്ചയ്ക്ക് പോയിട്ടുമില്ല, ഞാൻ അവിടെ ഇല്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഈ മറ്റു പല ഭാഗങ്ങളിലൊക്കെ പോയി നടന്ന് വഴിയെടുക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ അറിവിലുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെയൊക്കെ പറഞ്ഞത്. അദ്ദേഹം അൻവർ എന്നും കോൺഗ്രസിലേക്ക് വരാൻ എപ്പോൾ തയ്യാറായി കോൺഗ്രസിൻ്റെ കർമ്മ പരിപാടികൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്ന് വന്നാൽ അൻവറിന് കോൺഗ്രസിലേക്ക് സ്വാഗതം. UDF-ലേക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമാണല്ലോ. ആ തീരുമാനമല്ല എങ്കിൽ അദ്ദേഹം കൂടെ ഉണ്ടാവില്ലേ? സ്വാഭാവികമല്ലേ? പക്വത കാണിച്ച് അദ്ദേഹം കോൺഗ്രസോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഇപ്പോഴും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളും അവിടെയുണ്ട്. ഒരു തർക്കമില്ല, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതിൽ സതീശനും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. സതീശൻ്റെ അഭിപ്രായ വ്യത്യാസം ഇവിടെ വന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം എടുത്തൊരു തീരുമാനത്തിന് വിയോജിപ്പ് വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷമാണ്. അത് സ്വാഭാവികമാണ്. സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത് ശരിയല്ല. ഇല്ല, അടഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല. അൻവറെ ഇനിയും കൊണ്ടുവരാൻ ഞാൻ വ്യക്തിപരമായി ശ്രമിക്കും. അതിപ്പോൾ പാർട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെ ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ UDF-ലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അൻവറിനെ പൂർണ്ണമായും ഇങ്ങനെ സ്ഥാനാർത്ഥി അപമാനിക്കുന്ന ഒരാളെ വേണ്ട എന്ന് പറയാൻ UDF-ന് ആർജവമില്ലാത്തത് എങ്ങനെ? അതായത് ഇങ്ങനെ PV അൻവറിനെ മുന്നണിയിൽ കൊണ്ടുവരാൻ താൻ വ്യക്തിപരമായി പാർട്ടിയുടെ അനുമതിയോടെ വീണ്ടും ശ്രമിക്കുമെന്നാണ് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ K. സുധാകരൻ പറയുന്ന കാര്യത്തിൽ അദ്ദേഹം പലപ്പോഴും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. നമ്മൾ വീണ്ടും നിലമ്പൂരിലേക്ക് പോകുന്നു. റാഫി കരീം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. റാഫി, ഇപ്പോഴുള്ളത് ആര്യാടൻ ഷൗക്കത്തിന്റെ റോഡ് ഷോയോടൊപ്പമാണ്. അത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നൂറുകണക്കിന് പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം ആര്യാടൻ ഷൗക്കത്ത് അവിടേക്ക് എത്തുകയാണ്. റാഫി, എപ്പോഴാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്? 1 മണിയോടെ എന്നൊക്കെയായിരുന്നു കേട്ടിരുന്നത്, പക്ഷേ റോഡ് ഷോ നീണ്ടുപോവുകയായിരുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിജയകുമാർ, തീർച്ചയായും നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയങ്ങളിൽ നിന്നെല്ലാം കാര്യങ്ങൾ മാറുകയാണ്. 11 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക ഉപവരണാധികാരിക്ക് മുന്നിൽ സമർപ്പിക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പിന്നീട് അത് 1 മണിയായി. എന്നാൽ ഇപ്പോൾ 1 മണിയും പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ് സമയം. കാരണം വലിയൊരു റോഡ് ഷോയാണ്, നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു റോഡ് ഷോയാണ്. UDF-ന്റെ പ്രമുഖ നേതാക്കൾ, കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ ലീഗിന്റെയും എല്ലാം നേതാക്കൾ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ഈ റോഡ് ഷോ നിലമ്പൂർ നഗരത്തിലേക്ക് എത്തിയപ്പോഴായിരുന്നു LDF UDF പ്രവർത്തകർ നേർക്കുനേർ വരുന്നത്. നിലമ്പൂരിലെത്തിയിരുന്ന LDF സ്ഥാനാർത്ഥി M. സുരാജ് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വാഹന റാലിയായിട്ടാണ് എത്തിയിരുന്നത്. ഒപ്പം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി ആര്യാടൻ ഷൗക്കത്തിന്റെ വാഹന പ്രവർത്തന റാല
റാലി ഇത് രണ്ടും കൂടി നിലമ്പൂർ നഗരത്തിൽ ഒരുമിച്ച് നേർക്കുനേർ വരികയായിരുന്നു. ഈ സമയത്താണ് രണ്ട് കൂട്ടം പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ ചെറിയൊരു ഉന്തും തള്ളും ഉണ്ടായത്. എന്നാൽ ഉടനെ തന്നെ നേതാക്കൾ ഇടപെട്ട് രണ്ട് കൂട്ടരെയും ശാന്തമാക്കി രംഗം തണുപ്പിച്ച് അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങി. എന്തായാലും ഈ ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള റാലി അത് നിലമ്പൂർ നഗരവും പിന്നിട്ട് താലൂക്ക് ഓഫീസിനടുത്തേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം ഈ റാലി താലൂക്ക് ഓഫീസിലേക്ക് എത്തും. ശരി റാഫി, എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും അവിടേക്ക് വരാം, താലൂക്ക് ഓഫീസിലേക്ക് വരാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ഒരു റോഡ് ഷോയോടെ ആണ് ആര്യാടൻ ഷൗക്കത്ത് എത്തുന്നത്. നഗരം ചുറ്റി അത് താലൂക്ക് ഓഫീസിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം പത്രികാ സമർപ്പണം തുടങ്ങും. ആ ഘട്ടത്തിൽ നമ്മൾ അതിലേക്ക് വരും. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ഇടതു ക്യാമ്പിന് കൂടുതൽ ആവേശം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് തൃശ്ശൂർ മുതൽ ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ സ്വരാജിനെ സ്വീകരിക്കാൻ ഇടത് പ്രവർത്തകർ, CPM പ്രവർത്തകർ ഇങ്ങനെ കൂട്ടം കൂട്ടമായി എത്തുന്നത് നമ്മൾ രാവിലെ മുതൽ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു. അതിന് സമാനമായ കാഴ്ച തന്നെയാണല്ലോ നിലമ്പൂരിലെ ഇപ്പോൾ ഈ വാഹന പര്യടനം നടക്കുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്ന ഈ യാത്രയിലും കാണുന്നത്. ഒരു വലിയ ആവേശം ഇടത് ക്യാമ്പിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? വിജയകുമാർ, LDF സ്ഥാനാർത്ഥിയായി എം സ്വരാജിന്റെ കടന്നുവരവ് നിലമ്പൂർ മണ്ഡലത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരിൽ വലിയ ആവേശമുണ്ടാക്കിയെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2006 ശേഷം ഇതാദ്യമായാണ് പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ നിലമ്പൂരിൽ മത്സരിക്കാനെത്തുന്നത്. അതിന്റെ ആവേശം അണികൾ പ്രകടമാണ്. രാവിലെ 10:30 ശേഷമാണ് എം സ്വരാജ് ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ മാർഗം നിലമ്പൂരിലെത്തിയത്. അദ്ദേഹത്തിന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. നൂറുകണക്കിന് ആളുകളുടെ അകമ്പടിയോടുള്ള റോഡ് ഷോയാണ് പിന്നീട് നടന്നത്. റോഡ് ഷോ ഒന്നും മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതല്ല. ഉച്ചയ്ക്ക് ശേഷമാണ് LDFന്റെ റോഡ് ഷോ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇത് ഒരു ആൾക്കൂട്ടത്തിന്റെ ഒരു ബാഹുല്യത്തിൽ ഒരു റോഡ് ഷോ ആയി രാവിലത്തെ സ്വീകരണ പരിപാടി മാറുകയായിരുന്നു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇങ്ങ് നിലമ്പൂർ ടൗൺ വരെ ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരം റോഡ് ഷോ കടന്നു വന്നു. 2 മണിക്കൂറിലേറെ സമയമെടുത്താണ് ഈ റോഡ് ഷോ ഇവിടെ എത്തിയത്. അത്രയ്ക്ക് വലിയ ജനബാഹുല്യമുണ്ടായിരുന്നു. ആളുകൾ സ്വരാജിന്റെ സ്വീകരണ പരിപാടികൾ വീക്ഷിക്കാനായി എത്തുകയും ചെയ്തു. ഇന്നും UDFന്റെ നോമിനേഷൻ ഇന്ന് തന്നെയായിരുന്നു. അവരുടെയും റോഡ് ഷോ സമാന്തരമായി കടന്നു പോകുന്നു. അങ്ങനെ നിലമ്പൂർ പട്ടണത്തെ ആവശ്യത്തിലാക്കുന്ന ഒരു റോഡ് ഷോയ്ക്ക് ശേഷമാണ് റോഡ് ഷോയോടെയാണ് നിലമ്പൂരിലെ LDFന്റെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും റോഡ് ഷോ ഉണ്ട്. മണ്ഡലത്തിൽ എല്ലായിടത്തും എത്തുന്ന റോഡ് ഷോ ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലെത്തും. അതോടുകൂടി LDFന്റെ പ്രചാരണ പരിപാടികൾ അതിന്റെ പൂർണ്ണ തോതിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഒരുപക്ഷെ ഇന്നുണ്ടായേക്കുമെന്ന് നേരത്തെ കേട്ടിരുന്നല്ലോ. അത് മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണോ ശ്രീജിത്ത് നമ്മൾ കരുതേണ്ടത്? നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് തന്നെ പൂർത്തിയാക്കാനാണ് LDF നേതൃത്വം ഉദ്ദേശിച്ചിരുന്നത്. അല്പം മുമ്പ് ഈ CPIMന്റെ മണ്ഡലം സെക്രട്ടറി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി VP ഷൗക്കത്തിനോട് സംസാരിച്ചപ്പോഴും ഇന്ന് തന്നെ നൽകാൻ പരമാവധി ശ്രമിക്കുന്നു. കാരണം ഇനി അതിന് സമയം കളയാനില്ല. നാളെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തിരക്കിലാണ്. മറ്റന്നാൾ അവസാന ദിവസമാണ് നോമിനേഷൻ സമർപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ സമയം കളയാതെ ഈ നടപടി ഇങ്ങ് പൂർത്തിയാക്കുക എന്നാണ് LDF ലക്ഷ്യമിടുന്നത്. ഇതനുസരിച്ച് നോമിനേഷന്റെ എല്ലാ പത്രിക പൂരിപ്പിക്കലടക്കമെല്ലാം പൂർത്തിയായി. ഇതിന്റെ രേഖകൾ ഒന്ന് സൂക്ഷ്മ പരിശോധന പാർട്ടി തലത്തിൽ നടത്താനാണ് ഇപ്പോൾ സ്വരാജ് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം പത്രികാ സമർപ്പണം ഇന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത വരും. യെസ്, ഇടത് ക്യാമ്പിലെ വിവരങ്ങളാണ് ശ്രീജിത്ത് നിലമ്പൂരിൽ നിന്ന് നൽകിയത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഒരുപക്ഷെ ഇന്നുണ്ടായേക്കുമെന്ന് നേരത്തെ കേട്ടിരുന്നു. അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. ഏരിയ കമ്മിറ്റി ഓഫീസിൽ നേതാക്കളും എം സ്വരാജ് ഉൾപ്പെടെയുള്ളവരുമൊക്കെ ഉണ്ട്. പരിശോധിച്ച ശേഷം എപ്പോൾ പത്രിക നൽകുമെന്നതിലൊരു തീരുമാനമെടുക്കും. ഇപ്പോൾ KC വേണുഗോപാൽ മാധ്യമങ്ങളെ പ്രതിഫലിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പായിരിക്കും. കാരണം 9 വർഷക്കാലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ മടുത്തിരിക്കുന്ന ഒരു സർക്കാരാണ്. ഓരോ ദിവസം കഴിയുന്തോറും ജീവിതം ദുരിതപൂർണമാക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമേ അല്ല. ഒരു PR ലോകത്ത് ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മാറുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. EMSന്റെയും നായനാരുടെയും VSന്റെയും ഒക്കെ പാർട്ടി അത് അംഗീകരിക്കുകയാണ്. ഇപ്പം സിനിമ, അതുപോലെ തന്നെ പാട്ട് ഒക്കെ മുഖ്യമന്ത്രിയെ വാഴ്ത്തുന്നത്. അങ്ങനെ വാഴ്ത്തുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ജനമനസ്സുകളിലല്ലേ ജീവിക്കേണ്ടത്. ജനമനസ്സുകളിൽ ജീവിക്കണമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ജനമനസ്സുകളിൽ അത്തരം ഒരു വെറുപ്പാണ് കേരളത്തിലെ സർക്കാരിനോടുള്ളത്. അതുകൊണ്ട് ആ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഫലനമായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് UDFലെ തീരുമാനങ്ങൾ എടുക്കുന്നത് കൂട്ടായിട്ടാണ് എല്ലാവരും എടുക്കുന്നത്. ഒരാൾക്ക് ഒറ്റക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. എല്ലാവരും യോജിച്ചിട്ടുള്ള തീരുമാനമാണ് എടുക്കുക. കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നിലപാട് ഒന്നാണ്. ഈ സർക്കാരിനെ താഴെയിറക്കാനുള്ള പോരാട്ടത്തിൽ യോജിക്കാവുന്ന എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്.
അൻവറിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഇക്കാര്യത്തിൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭവും പോരാട്ടത്തിലും അതിന് ഏറ്റവും വലിയൊരു കാരണമായിട്ട് വരുന്ന നിലമ്പൂർ ഇലക്ഷനിലും UDFിൻ്റെ കൂടെ നിൽക്കണം തന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ആഗ്രഹമുള്ളത്. ഒരാൾക്ക് ആഗ്രഹക്കുറവും ഒരാൾക്ക് ഒരേ ആഗ്രഹക്കുറവും. അത് UDF പൊതുവായിട്ട് എടുത്ത തീരുമാനമാണ്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അത് അദ്ദേഹം മനസ്സിലാക്കണം. അത് അദ്ദേഹത്തിൻ്റെ നിലപാട്. അദ്ദേഹം UDFിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ UDFിനെ സഹായിക്കുക മാത്രമല്ല, അദ്ദേഹം ഉയർത്തുന്ന ആവശ്യം, ഞങ്ങൾ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് 9 കൊല്ലമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പം പോരാടുന്നുണ്ട്. ആ പോരാട്ടം മറന്നിട്ടാണോ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വേണ്ടത് എന്ന് അദ്ദേഹം ചിന്തിക്കണം. യെസ്, KC വേണുഗോപാൽ പ്രതികരിക്കുകയായിരുന്നു ഈ വിവാദങ്ങളിൽ. എന്തായാലും PV അൻവറിന്റെ കാര്യത്തിൽ എല്ലാ കോൺഗ്രസ് നേതാക്കളും ഏതാണ്ട് വളരെ കരുതലോടെ തന്നെ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം UDFിനൊപ്പം പ്രവർത്തിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതിനോടൊപ്പം ഒരു ക്ലോസായി UDF സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞ പരാമർശങ്ങൾ പിൻവലിക്കണം, അത് പിൻവലിച്ച് UDFിനൊപ്പം എത്തണം എന്ന ഒരു നിർദ്ദേശമാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ സംസാരിക്കുന്ന മുഴുവൻ കോൺഗ്രസ് നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി UDFിലേക്കില്ല എന്ന് PV അൻവർ. നിലമ്പൂരിൽ മത്സരിക്കാനുമില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും പണമില്ലാത്തതിനാൽ പിന്മാറുകയാണെന്ന് അൻവർ പറഞ്ഞു. തന്റെ വഴി തടഞ്ഞത് VD സതീശനാണെന്ന് PV അൻവർ കുറ്റപ്പെടുത്തി. ഞാനിനിയില്ല, UDFിലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDFിലേക്ക് ഞാനില്ല, പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അനുനയ നീക്കങ്ങളെല്ലാം പാളിയതോടെ മുന്നണി പ്രവേശന കാര്യത്തിൽ അൻവർ ഈ നിലപാട് പ്രഖ്യാപിച്ചു. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞത് അപ്രതീക്ഷിത തീരുമാനമായി. മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പണമില്ല, കൂടെയുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. മത്സരിക്കാൻ ഞാനുണ്ട്. മത്സരിക്കാൻ എൻ്റെ അടുത്ത് 5 പൈസ ഇല്ല. അങ്ങനെ സമാഹരിച്ച് തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല. എല്ലാ മുതലാളിമാരും അപ്പുറത്തല്ലേ. ഇപ്പം ഇതാണ് സ്ഥിതി. എനിക്ക് വേറൊന്നും പറയാനില്ല. ജനങ്ങൾ ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അതിരൂക്ഷ വിമർശനം. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചയാളാണ്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പഠിച്ച പണി 18 നോക്കിയിട്ടും മുന്നണി പ്രവേശനത്തിന് തടസ്സമായത് VD സതീശനാണ്. താൻ പിണറായിസത്തെ പറയുന്നത് അധിക പ്രസംഗമാണെങ്കിൽ അത് തുടരുമെന്നും അൻവർ. മിത്രമെന്ന് കരുതിയവരോടൊപ്പം നിന്ന് ആ ശത്രുവിനെ നേരിടാമെന്ന് കരുതിയ എനിക്ക് ആ ശത്രുവിനോടൊപ്പമാണ് ചിലരൊക്കെ ഇപ്പുറത്തും എന്നുള്ള വസ്തുത കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ പിന്നീട് മനസ്സിലാക്കിക്കൊള്ളും. അപ്പോൾ അവരാകെ ഭയപ്പെടുന്നത് ഞാനൊരു അധിക പ്രസംഗിയാണെന്ന്. ആ അധിക പ്രസംഗം ഇനിയും ഞാൻ തുടരും എന്നതാണ് അവരെ അലട്ടുന്ന പ്രശ്നം. മലയോര ജനതയുടെ പ്രയാസങ്ങൾ സ്വരാജ് പ്രളയ സമയത്ത് പോലും നിലമ്പൂരിലേക്ക് വരാതിരുന്നത്, മലപ്പുറത്ത് പോലീസ് മുസ്ലിം സമുദായത്തെ വേട്ടയാടുന്നുവെന്ന ആരോപണമെല്ലാം കൂട്ടിയിണക്കിയായിരുന്നു അൻവറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. ടീം 24 നിലമ്പൂർ. ഇനിയും സമയമുണ്ടല്ലോ എന്നും വാതിലുകൾ എപ്പോഴും തുറന്നു തന്നെയാണ് എന്നുമായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. അൻവറിനെ പ്രതീക്ഷിച്ചല്ല തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയതെന്ന് മുസ്ലിം ലീഗും പ്രതികരിച്ചു. PV അൻവറിന്റെ നിലപാട് LDFിനെ ബാധിക്കില്ല എന്നായിരുന്നു ഇടതു നേതാക്കളുടെ പ്രതികരണം. സമയമുണ്ടല്ലോ, ഞങ്ങളൊന്ന് കൂട്ടായി ഒന്ന് ഇരിക്കട്ടെ, കൂട്ടായി ഇരുന്ന് ഞങ്ങൾ കാര്യങ്ങളിലേക്ക് വരും. അത് സംശയം എന്താ? ആ കാര്യത്തിൽ ഒരു സംശയം വേണം. അല്ല, അൻവറിനെ ഞങ്ങൾ പ്രതീക്ഷിച്ചല്ലല്ലോ ഇലക്ഷൻ ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ ഞങ്ങളുടേതായിട്ട് രീതിയിൽ പോവുകയാണ്. ഞങ്ങൾ അവരാരും ഇങ്ങളുടെ ഇലക്ഷനിൽ ഇറങ്ങിയല്ല. ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. ഞങ്ങൾ പൊളിറ്റിക്കൽ മത്സരത്തിലാണ്. ഞങ്ങൾ LDFയുമായി നേരിട്ട മത്സരമാണ്. ഭരണവിരുദ്ധ വികാരമാണ് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത്. അതിന് വിജയം ഉണ്ടാവും. നിങ്ങൾ എപ്പോഴും അൻവറിനെ പറ്റി പറയല്ലേ ഇങ്ങനെ? അതൊരു കെട്ടുപോയ ചൂട്ടുകെട്ടാണ്, കെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനില്ല എന്ന PV അൻവർ പ്രഖ്യാപിച്ചതോടെ അൻവറിന്റെ വോട്ട് ബാങ്ക് ആരെ തുണയ്ക്കുമെന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ. പിണറായിസത്തെ വിമർശിച്ചുകൊണ്ടാണ് അൻവർ MLA സ്ഥാനം രാജിവെച്ചതെങ്കിലും ഇപ്പോൾ UDFിനെതിരെയുള്ള കലഹത്തിലാണ് എത്തി നിൽക്കുന്നത്. അതേസമയം അൻവർ മത്സരിക്കാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാകുന്നുമില്ല. അറ്റകുറ്റപ്പണി നടത്തിയാൽ പോലും ശരിയാകാത്ത വിധം UDFുമായുള്ള വിള്ളൽ വലുതായി. ഇരു മുന്നണികളിലേക്കും ഇല്ലെങ്കിലും PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നത് ഒരു ചോദ്യമാണ്. തൃണമൂൽ കോൺഗ്രസ് കൂടെയില്ലെങ്കിൽ UDF എങ്ങനെ ജയിക്കുമെന്നായിരുന്നു അൻവറിന്റെ വെല്ലുവിളി. PV അൻവർ ഇല്ലാതെ UDFിന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള വോട്ട് എവിടെയാ? ആരാ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാന്ന് പറഞ്ഞു? അദ്ദേഹം കുറച്ച് വോട്ട് കണ്ടെത്തിയിട്ടുണ്ടല്ലോ എൻ ബ്ലോക്കായിട്ട്. അൻവർ നിലപാട് പ്രഖ്യാപിച്ചതോടെ UDF നേതാക്കളും രംഗത്ത്. ഇത്രയും വിട്ടുവീഴ്ച ചെയ്തിട്ടും UDFിനെ വിമർശിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ലെന്ന് K മുരളീധരൻ. ആരുടെ മുമ്പിലും വാതിൽ കൊട്ടിയടയ്ക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ ഇനി മറ്റു വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സമയമില്ല.
പണമില്ലാത്തതുകൊണ്ട് മത്സരിക്കാനില്ലെന്ന് അൻവർ പ്രഖ്യാപിക്കുമ്പോൾ മത്സര സാധ്യത തള്ളിക്കളയാനാകില്ല. മത്സരിച്ചാലും ഇല്ലെങ്കിലും പിണറായിസത്തെ പറയുന്നതിനോടൊപ്പം ഇനി കോൺഗ്രസ് നേതാക്കൾക്കും വിമർശനമുണ്ടാകുമെന്നുറപ്പ്. ടീം 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉറച്ച വ്യാപാരികൾ നാളെ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി പറഞ്ഞു. LDF UDF മുന്നണികളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് മത്സരമെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സമ്മർദ്ദ തന്ത്രത്തിനപ്പുറം മത്സരിക്കാൻ ഒരുങ്ങുകയാണ് വ്യാപാരികൾ. സംഘടന വോട്ട് ബാങ്കാണെന്ന് തെളിയിച്ചാലേ പരിഗണന ലഭിക്കൂ എന്ന വിലയിരുത്തലാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ കാരണം. മത്സരിക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി പച്ചക്കൊടി കാണിച്ചതോടെ അന്തിമ തീരുമാനമെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് വിട്ടു. നാളെ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അന്തിമ തീരുമാനമുണ്ടാകും. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. കഴിഞ്ഞ ഒരു വർഷം മുന്നേ ആലപ്പുഴ വെച്ച് നടന്ന മീറ്റിങ്ങിലാണ് ഇനി ഒരു വോട്ട് ബാങ്കായി പ്രവർത്തിക്കേണ്ടതുണ്ട് സംഘടന എന്നൊരു തീരുമാനമെടുത്തത്. കാരണം നമുക്ക് ഒരു പരിഗണന കിട്ടുന്നില്ല. ഞങ്ങളുടെ അതിനെയാണ് ഉദ്ദേശം. ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും കച്ചവടക്കാർക്ക് ഒരു തരത്തിലുള്ള സഹായങ്ങളും ഇല്ല, ഒരു പരിഗണനയുമില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ, ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത്ത് എന്നിവരിൽ ആരെങ്കിലുമായിരിക്കും സ്ഥാനാർത്ഥി. നിലമ്പൂരിൽ 6000 അംഗങ്ങൾ സംഘടനക്കുണ്ട്. മറ്റു സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കും വിധം വോട്ട് സമാഹരിക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യം. മത്സര രംഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ UDFും LDFും ശ്രമിക്കുന്നുണ്ടെങ്കിലും വിജയിച്ചിട്ടില്ല. 24 മലപ്പുറം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 4 മരണം. ആലപ്പുഴ ഹരിപ്പാട് മീൻപിടുത്തത്തിന് പോയ വള്ളിക്കാട് സ്വദേശി സ്റ്റീവ് വള്ളം മറിഞ്ഞ് മരിച്ചു. കായംകുളം കട്ടച്ചിറയിൽ പാടത്തെ വെള്ളക്കെട്ടിൽ വീണ് 66-കാരനായ പത്മകുമാർ മരിച്ചു. എറണാകുളം ചെറായിയിൽ വ്യാഴാഴ്ച വഞ്ചി മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. കണ്ണൂർ പാട്യത്ത് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. പാട്യം ഉദിയങ്ങലെ നളിനിയാണ് മരിച്ചത്. കനത്ത മഴയിൽ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇന്ന് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് 10 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ്, മഴയുടെ തീവ്രതയിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്, അല്ലേ? വിജയകുമാർ, കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ആശ്വാസം നൽകുന്നതാണ്. കാരണം വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കുറയുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. അത് ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ്. പ്രധാനമായും ഈ തെക്കൻ കേരളത്തെ സംബന്ധിച്ചും മധ്യ കേരളത്തെ സംബന്ധിച്ചും ഒരു അതിശക്തമായ മഴ പെയ്യുന്ന ജില്ലകൾ. അതിനു പുറമെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ഈ 2 ജില്ലകളിലും അതിശക്തമായ മഴ ഇന്ന് ഉണ്ടായിരിക്കും. ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം നാളെ 4 ജില്ലകളിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പുള്ളത്. അത് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. അവിടെ യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയായിരിക്കും ഈ 4 ജില്ലകളിലും ഉണ്ടാകുന്നത്. മറ്റ് ജില്ലകളിലൊന്നും തന്നെ നിലവിലെ അറിയിപ്പ് പ്രകാരം പുതിയ മഴ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. നേരത്തെ തന്നെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതാണ്. ഈ തിങ്കളാഴ്ചയോടുകൂടി തന്നെ സംസ്ഥാനത്ത് ഈ മഴയുടെ ശക്തി കുറയും. ഇപ്പോൾ എന്തായാലും ഇന്ന് ഒരു ദിവസം പ്രധാനമായും കരുതിയിരിക്കണം. കാരണം 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിലൊക്കെ തന്നെ അതിതീവ്ര മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അതിതീവ്ര മഴ പെയ്യുമെന്ന രീതിയിലുള്ളൊരു ജാഗ്രത തന്നെ ഈ ജില്ലകളിലുള്ള എടുക്കണമെന്നതാണ് പ്രധാനമായും നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒപ്പം ഈ സംസ്ഥാനത്ത് മഴക്കെടുതികൾ അതിരൂക്ഷമാണ്. പലയിടങ്ങളിലും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും ദുരന്ത ബാധിത മേഖലകൾ ഉണ്ടെങ്കിൽ അവർ ഉടനെ ക്യാമ്പിലേക്ക് മാറണമെന്ന നിർദ്ദേശമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ 1439 പേരാണ് സംസ്ഥാനത്തെ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഈ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി എന്നതാണ് റവന്യൂ വകുപ്പും അറിയിച്ചിരിക്കുന്ന കാര്യം. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ മഴ കുറയുമെന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. വിജയകുമാർ. പ്രതീഷ് സൂചിപ്പിച്ചതുപോലെ നാളെ 2 ജില്ലകളിൽ മാത്രമേ മഴ മുന്നറിയിപ്പുള്ളൂ. അത് കണ്ണൂർ, കാസർഗോഡും 2ഇടത്തും യെല്ലോ മുന്നറിയിപ്പ് മാത്രമാണുള്ളത്. മറ്റു ജില്ലകളിലൊന്നും നാളെ മഴ മുന്നറിയിപ്പില്ല എന്നതാണ് ഈ ഉച്ചയ്ക്ക് വരുന്ന ഒരു ആശ്വാസവരം. കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ കാര്യത്തിൽ ഓരോ 6 മണിക്കൂറും ഇടവിട്ട് കാലാവസ്ഥാ മാറ്റങ്ങൾ സംഭവിക്കുമെന്നതാണ് പൊതുവായ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് ഇപ്പോഴത്തെ റിപ്പോർട്ടാണ് നമ്മൾ നൽകുന്നത്. ഇതിന് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഏതായാലും നിലവിൽ വലിയ അന്തരീക്ഷ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല എന്നാണ് കാലാവസ്ഥാ വിദഗ്ധരൊക്കെ സൂചിപ്പിക്കുന്നത്.
കനത്ത മഴയിൽ തെക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. അപ്പർ കുട്ടനാട്ടിലും കുട്ടനാട്ടിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. കൊല്ലം ഇളമ്പള്ളൂരിൽ സ്കൂൾ ബസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. തോരാതെ പെയ്യുന്ന മഴയിൽ ആലപ്പുഴ ജില്ലയിലെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കായംകുളത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നെടുമ്പുറം റോഡിൽ വെള്ളം കയറിയതിനാൽ KSRTC സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. KSRTCയുടെ സർവീസ് നീരറ്റുപുറം വരെ നീട്ടാത്തതിനാൽ തലവടി പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. ആലപ്പുഴയിൽ 216 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. അമ്പലപ്പുഴ താലൂക്കിൽ മാത്രം 715 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൊല്ലം ജില്ലയിൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. 164 വീടുകൾ ഭാഗികമായും 6 വീടുകൾ പൂർണ്ണമായും തകർന്നു. കൊല്ലം ഇളമ്പള്ളൂരിൽ മരം വീണ് നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസ് തകർന്നു. കൊല്ലം കരവാളൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കൃഷിനാശമുണ്ടായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതി ഉയർന്നു. 3 ലക്ഷം രൂപയിലധികം നഷ്ടപരിഹാരം നൽകേണ്ടുന്നതുണ്ട്. 10 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടാകുമ്പോൾ 3 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകാൻ കഴിയൂ. എന്നാൽ ആ നൽകാൻ കഴിയുന്നത് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇത് റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ്. പഞ്ചായത്തിൻ്റെ കൃഷി ഭവനിൽ നിന്ന് കൃഷി ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അവർക്ക് ഒരു 10 കർഷകർക്കായിട്ട് കൂടിപ്പോയാൽ 5000 രൂപ വീതം 50,000 രൂപയുടെ നഷ്ടപരിഹാരം നൽകാൻ കഴിയും. മഴക്കെടുതിയിൽ കൊല്ലം ജില്ലയിൽ ആകെ 48,69,000 രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊല്ലം. മധ്യകേരളത്തിൽ ഇന്നും മഴ തുടരുകയാണ്. ഇടുക്കിയിൽ 130 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. കോട്ടയത്ത് 45 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഇന്നലെ രാത്രിയാണ് എറണാകുളം തേവര കോയിത്തറ റോഡിലെ കുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ കാർ മറിഞ്ഞത്. അമൃത് പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി എടുത്ത കുഴിയിലാണ് കാർ അപകടത്തിൽപ്പെട്ടത്. നിർമ്മാണ പ്രവർത്തനത്തിന്റെ സൂചനാ ബോർഡുകൾ ഇല്ലാത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ. ബൈക്കുകാരൊക്കെ ഒരു 4-5 മാസങ്ങളായിട്ടൂടെ വീഴ്ച സ്ഥിരമായിട്ടുണ്ട്. അപകടം പറ്റി ആളുകൾ പോകുന്നുണ്ട്. ഇതൊക്കെ പറയേണ്ടവരോടൊക്കെ പറഞ്ഞിട്ടൊന്നും യാതൊരു വിധത്തിലും ഒരു പ്രതികരണം പോലും ഇല്ല. കൊച്ചിയിലെ തീരപ്രദേശത്തും മലയോര മേഖലകളിലും മഴ ശക്തമാണ്. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. പൊന്മുടി, കല്ലാർകുട്ടി, പാമ്പള, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. മധ്യകേരളത്തിൽ കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ മഴ. 300ഓളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ്. തൃശൂരിൽ മഴ ശക്തമായതിനെ തുടർന്ന് വാഴാനി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നതോടെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കോഴിക്കോട് മാവൂർ, ചാത്തമംഗലം, ഒളവണ്ണ മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നായി 70ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പാട്യത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. വ്യാഴാഴ്ച വീടിന് സമീപത്തെ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ പാട്യം മുതിയങ്ങയിലെ നളിനിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കോഴിക്കോട് മാവൂർ, ചാത്തമംഗലം, പെരുമണ്ണ, ഒളവണ്ണ പഞ്ചായത്തുകളിലാണ് പുഴവെള്ളം കയറി തുടങ്ങിയത്. ചാലിയാറും ചെറുപുഴയും ഇരുവഞ്ഞിയും നിറഞ്ഞു കവിഞ്ഞു. ചാലിയാറിൽ ഊർക്കടവ് റെഗുലേറ്റർ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്തി. വീടുകളിൽ വെള്ളം കയറിയതോടെ പല കുടുംബങ്ങളും ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റി. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 130 പേരാണ് കഴിയുന്നത്. 24 കോഴിക്കോട്. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമായതോടെ ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. രോഗികളും വയോധികരും ഉൾപ്പെടെ നിരവധി പേരാണ് പോഞ്ഞിക്കരയിൽ ദുരിതം അനുഭവിക്കുന്ന വിഷയത്തിൽ നഗരസഭ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കിഴക്കൻ വെള്ളത്തിന്റെ വരവോടുകൂടി ആലപ്പുഴയുടെ പല ഭാഗങ്ങളും ഇത്തരത്തിലേക്ക് വെള്ളത്തിൽ കിടക്കുകയാണ്. മുട്ടറ്റം വെള്ളമാണ്. റോഡ് ഏതാണ്, തോടേതാണ്, വീടേതാണെന്ന് അറിയാത്തൊരു സാഹചര്യമാണ് നിലവിൽ ആലപ്പുഴയുടെ പല ഭാഗങ്ങളിലുമുള്ളത്. കുടുംബങ്ങളെല്ലാം ഒറ്റപ്പെട്ട സ്ഥിതിയാണ്. ഇവരെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ നഗരസഭ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും പള്ളാത്തുരുത്തിയിലേക്ക് പോകാനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പള്ളാത്തുരുത്തി എന്ന് പറയുന്നത് ഈ പ്രദേശവുമായിട്ട് ഒരുപാട് ദൂരമുള്ള സ്ഥലമാണ് താരതമ്യേന. അപ്പോൾ അവിടേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും ഈ കുടുംബത്തിലെ ഗൃഹനാഥൻ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് എത്ര ദിവസമായി ഇങ്ങനെ തുടങ്ങിയിട്ട്? ഒരാഴ്ച മുകളിലായി വെള്ളം തുടങ്ങിയിട്ട്. കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, അവരെയൊക്കെ കൊണ്ട് വേറെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുക. കൊച്ചു കുഞ്ഞുങ്ങൾ, 2 കൊച്ചു കുഞ്ഞുങ്ങൾ, 10 മാസമായതിന് 5 വയസ്സുള്ളവർ, അവർ വേറൊരു വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു വിധത്തിൽ ഇവിടെ താമസിക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരിക്കുക.
സ്ഥിരം സംഭവമാണ്. സ്ഥിരം സംഭവമാണ്. 6 മാസങ്ങളോളം ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക്. ഇതിന്റെ നേരത്തെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ? ഒരുപാട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതിനുള്ള പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോഴും ഈ 5 മാസത്തോളം ഞങ്ങൾ ഈ വെള്ളത്തിലാണ് കഴിയുന്നത്. അതുതന്നെയാണ് അവർ പറയുന്നത്. പലതവണ പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകാത്ത സ്ഥിതി ഇങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും വർദ്ധിക്കുന്ന സാഹചര്യമാണ്. ദിനംപ്രതി ഇത്തരത്തിലേക്കുള്ള സാഹചര്യമാണ് ഈ മഴ ഉണ്ടാവുന്ന സമയത്തുണ്ടാകുന്നത്. ഏതാണ്ട് ഒരാഴ്ചക്കാലമായിട്ട് അവർ ഇത്തരത്തിലേക്ക് ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളവർക്കാർക്ക് ഇപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ മഴക്കെടുതി മൂലം അവർ അനുഭവിക്കുന്നത്. അർത്ഥത്തിൽ ചേട്ടാ എങ്ങനെയാ? കാലില്ലാത്തൊരു പ്രശ്നമല്ലേ? എല്ലാം പ്രശ്നം. ഇതേണ്ട കാലില്ലാത്തവനെ കിടക്കുന്നു. ചേച്ചി എത്ര ദിവസമായി ഇപ്പൊ? രണ്ടാഴ്ചയല്ലേ വില്ലേജൊക്കെ വെള്ളമായിട്ട്? 2 ആഴ്ചയായി. എപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ഒരുത്തണ ഈ വഴിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഇലക്ഷൻ ടൈമിന് അവരിങ്ങോട്ട് വരിക, എന്തെങ്കിലും പറഞ്ഞ് കാട്ടിക്കൂട്ടി അങ്ങ് പോവുക. അല്ലെ ഇവിടെ ഒരു വഴിയും ചെയ്യുന്നില്ല. ഇവിടുന്ന് കിഴക്കറ്റം തൊട്ട് പടിഞ്ഞാററ്റം വരെ വഴിക്ക് ഇതുണ്ട്, ഫണ്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രം ഫണ്ടില്ല. ഇത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ കുഴപ്പം കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. ഈ പരിസരത്തിന് തൊട്ടടുത്ത വീട്ടിലാണ് ഇന്നലെ ഒരു മരണമുണ്ടായത്. അതും വീട്ടിൽ വെള്ളം തങ്ങിയതിനെ തുടർന്ന് വെള്ളത്തിൽ വീണാണ് വൃദ്ധൻ മരിച്ചത്. 77 വയസ്സുകാരനാണ്, അനിരുദ്ധനാണ് മരിച്ചത്. ഇത്തരത്തിലേക്ക് വെള്ളം കയറിയ പശ്ചാത്തലത്തിൽ അവർ ആകപ്പാട ഭീതിയിലാണ്. ചേച്ചി, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാൻ നിർദ്ദേശമുണ്ടായിരുന്നു? പോകാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ പള്ളാത്തുരുത്തി പോകാൻ ഞങ്ങൾ തയ്യാറല്ല. നമ്മൾക്ക് അടുത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. അതിനാണ് ഒരു സാങ്കേതികമായ പ്രശ്നമാണ് അവർ ഉന്നയിക്കുന്നത്. അതിനകത്ത് ആലപ്പുഴ നഗരസഭയിലെ ഏത് സ്ഥലത്തേക്ക് പോകാൻ അവർ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല, പക്ഷെ അവർക്ക് തൊട്ടടുത്തൊരു സ്ഥലം ലഭിക്കണം. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം, അവരെ ഇവിടെ നിന്നും രക്ഷിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ ഷിബിൻ ബഷീറിനൊപ്പം YS അഭിനന്ദ്, 24. ഈ റിപ്പോർട്ട് പോഞ്ഞിക്കരയിൽ നിന്നാണ്, ആലപ്പുഴയിലെ പോഞ്ഞിക്കരയിൽ നിന്നാണ്. ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. അവർ ഇപ്പോൾ നിൽക്കുന്ന പോഞ്ഞിക്കരയിൽ നിന്ന് പള്ളാത്തുരുത്തിയിലേക്ക് മാറാനാണ് അവരോട് പറയുന്നത്. വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക്, ഒരു ക്യാമ്പിലേക്ക് പോകാൻ തൽക്കാലം അവർ തയ്യാറാകുന്നുമില്ല. അക്കാര്യത്തിൽ ഒരു ഇടപെടലാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ റിപ്പോർട്ട് അധികൃതരുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. YS അഭിനന്ദാണ് പോഞ്ഞിക്കരയിൽ നിന്ന് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. കനത്ത മഴയിൽ തിരുവനന്തപുരം ജില്ലയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. പേരൂർക്കട SAP ക്യാമ്പിന് മുകളിൽ മരം വീണ് 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. പോലീസുകാരുടെ വിശ്രമ കേന്ദ്രം ഭാഗികമായി തകർന്നു. ശക്തമായ കാറ്റിൽ കഴക്കൂട്ടത്ത് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലേക്ക് പരസ്യ ബോർഡും കെട്ടിടത്തിന്റെ മേൽക്കൂരയും വീണു. മലയോര മേഖലകളിൽ മരം ഒടിഞ്ഞു വീണ് വ്യാപക നാശനഷ്ടമുണ്ടായി. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കടലിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. കാണാതായ 2 ബോട്ടുകളിൽ ഒന്ന് കന്യാകുമാരി ഭാഗത്തുണ്ട് എന്നാണ് വിവരം ലഭിച്ചത്. വൈകിട്ടോടെ ബോട്ട് തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. മൂന്ന് ദിവസമായി തുടരുന്ന തിരച്ചിലിനിടെയാണ് രാവിലെ സഹായമാതാ ബോട്ടിലെ മത്സ്യത്തൊഴിലാളികൾ കരയിലുള്ളവരെ ഫോണിൽ ബന്ധപ്പെട്ടത്. തങ്ങൾ സുരക്ഷിതരെന്ന ബോട്ടിലുള്ള മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചു. ബോട്ടിനുണ്ടായ യന്ത്രത്തകരാർ തൊഴിലാളികൾ സ്വയം പരിഹരിച്ചുവെങ്കിലും ഇന്ധനമില്ലാത്തതാണ് മടങ്ങിവരവിന് തടസ്സം. നമുക്കൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചത്. സഹായദാസ് ബോട്ട് അവർ എൻജിൻ കേടായി കടലിൽ ഒഴുകി പോവുകയായിരുന്നു. ഇപ്പോൾ എൻജിന് അവർക്ക് ശരിയാക്കി എടുക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കന്യാകുമാരി ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫാത്തിമമാത എന്ന ബോട്ടിലെ 4 പേരെ കുറിച്ച് ഇപ്പോഴും വിവരം ലഭിച്ചിട്ടില്ല. ജോണി, ജോസഫ്, മത്തിയാസ്, മുത്തപ്പൻ എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇന്നലെ അപകടത്തിൽപ്പെട്ട ബോട്ടിൽ നിന്ന് കാണാതായ സ്റ്റെലസിനെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്ററും തെരച്ചിലിനെത്തും. 24 തിരുവനന്തപുരം. എറണാകുളം വൈപ്പിനിൽ നിർത്തിയിട്ട റോറോയിൽ വാട്ടർ മെട്രോ ഇടിച്ച് അപകടം. ശക്തമായ ഒഴുക്കിൽ ബോട്ടിന്റെ നിയന്ത്രണം നഷ്ടമായി എന്നാണ് പ്രാഥമിക സൂചന. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആദ്യം അത് കാണാം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് അല്പസമയത്തിനകം ചേരും. അതിനു മുമ്പ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. UDF നേതാക്കളോടൊപ്പം തഹസീൽദാർക്ക് മുൻപാകെയാണ് ഷൗക്കത്ത് പത്രിക സമർപ്പിക്കാൻ എത്തിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ നഗരം ചുറ്റി ഒരു വലിയ റോഡ് ഷോ സംഘടിപ്പിച്ച് ആ റോഡ് ഷോയുടെ അകമ്പടിയോടെയായിരുന്നു
ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. നൂറുകണക്കിന് UDF പ്രവർത്തകർ റോഡ് ഷോയുടെ ഭാഗമായി. അതിനുശേഷം ഏതാണ്ട് 1:30യോടെയാണ് റോഡ് ഷോ താലൂക്ക് ഓഫീസിലെത്തിയത്. തഹസിൽദാർക്ക് മുൻപാകെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെയുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നിലമ്പൂരിൽ കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുക്കുകയാണ്. ഇപ്പോൾ ഇതാ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഗരം ചുറ്റിയ ഒരു വലിയ റോഡ് ഷോയുടെ അകമ്പടിയോടെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി UDF സ്ഥാനാർത്ഥി താലൂക്ക് ഓഫീസിലെത്തിയത്. കനത്ത മഴയും ഒക്കെയാണെങ്കിലും നിലമ്പൂരിൽ വലിയ രാഷ്ട്രീയ പോരാട്ട ചൂട് തന്നെയാണ്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് അദ്ദേഹവും ഇന്ന് മണ്ഡലത്തിൽ എത്തുകയും ചെയ്തു. സ്വരാജിനെ സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണി പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ നിലമ്പൂരിൽ കടുകട്ടി രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം സ്വരാജിൻ്റെ റോഡ് ഷോയും നിലമ്പൂരിലുണ്ട്. നേരത്തെ നഗരത്തിൽ ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും പര്യടന പരിപാടികൾ ഒരേ സമയം മുഖാമുഖം എത്തിയപ്പോൾ നേരിയ സംഘർഷമുണ്ടാവുകയും പ്രവർത്തകരുടെ ഒരു കയ്യാങ്കളിയുടെ വക്കോളം എത്തുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്താണ് നിലമ്പൂരിലെ പോരാട്ട ചൂട് എന്നതിൻ്റെ സൂചനകളായിരുന്നു നമ്മൾ ഇന്ന് നിലമ്പൂർ നഗരത്തിൽ ഇന്ന് ഉച്ചയോടെ കണ്ടത്. അതിനുശേഷം പിന്നീട് പോലീസും മുതിർന്ന നേതാക്കളും ഒക്കെ ഇടപെട്ട് ഇരുവിഭാഗം പ്രവർത്തകരെയും അനുനയിപ്പിച്ച് മാറ്റുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോഴിതാ ആര്യാടൻ ഷൗക്കത്ത് UDF നേതാക്കളോടൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുകയും അദ്ദേഹം പത്രിക അല്പനിമിഷം മുൻപ് സമർപ്പിക്കുകയും ചെയ്തത്. റാഫി കരീമാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് താലൂക്ക് ഓഫീസിൽ നിന്ന്. റാഫി, നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അല്ലേ? വലിയ റോഡ് ഷോയുടെ അകമ്പടിയോടെ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രധാനപ്പെട്ട UDFന്റെ നേതാക്കളൊക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടല്ലേ? നാമനിർദ്ദേശ പത്രിക ഉപവരണാധികാരി സിന്ധു MP മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. വലിയ റോഡ് ഷോയോട് കൂടിയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനൊപ്പം ഇങ്ങോട്ട് എത്തിയത്. 11:30 മണിയോടുകൂടി ആരംഭിച്ച റോഡ് ഷോ ഏകദേശം 3 കിലോമീറ്ററോളം കാൽനടയായി തന്നെ മുന്നോട്ട് നീങ്ങിയാണ്. UDF നേതാക്കൾ എല്ലാവരുടെയും അകമ്പടിയോടെ മുന്നോട്ട് നീങ്ങിയാണ്. ഇപ്പോൾ 1:30യോടുകൂടി ഈ താലൂക്ക് ഓഫീസിലേക്ക്, നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ പ്രമുഖ UDF നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. DCC പ്രസിഡന്റ് VS ജോയി അടക്കമുള്ള ലീഗിന്റെ നേതാക്കൾ അടക്കമുള്ള എല്ലാവരും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഒപ്പം അദ്ദേഹത്തിന്റെ സഹോദരൻ, ഒപ്പം മറ്റു ബന്ധുക്കൾ, ഒപ്പം തന്നെ ലീഗിന്റെ പ്രമുഖ നേതാക്കൾ. റാഫി കരീമാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷമുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായ കാര്യങ്ങൾ തന്നെയാണ് അവിടെ താലൂക്ക് ഓഫീസിൽ നടക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതിനുശേഷം സത്യവാങ്മൂലം പരിശോധിക്കുകയും അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയുമാണ്. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. UDF നേതാക്കളുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ ഒപ്പമെത്തിയാണ് പത്രിക സമർപ്പിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ടായിരുന്നു റോഡ് ഷോയിൽ. റാഫി കരീം ഒരിക്കൽ കൂടി ചേരുന്നു. റാഫി, തുടരാം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ ഇപ്പോൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അതിനോടൊപ്പം നൽകിയ സത്യവാങ്മൂലം പരിശോധിക്കുകയാണ്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇനി കടക്കുക. എന്തായാലും വലിയ റോഡ് ഷോയോടുകൂടി പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത് 2ാം വട്ടം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി പത്രിക സമർപ്പിക്കാൻ ഇപ്പോൾ ഉപവരണാധികാരിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. തഹസിൽദാരായ MP സിന്ധു ആണ് ഉപവരണാധികാരി. നിലമ്പൂർ താലൂക്ക് ഓഫീസിലെ തഹസിൽദാരാണ്. ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെയും പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. അദ്ദേഹത്തിന് ഈ പത്രിക സമർപ്പിക്കുന്നതിനൊപ്പം കെട്ടിവെക്കുന്നതിനുള്ള തുക കൈമാറിയിരിക്കുന്നത് പുല്ലങ്കോട് എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ്. INTUC തൊഴിലാളി നേതാക്കൾ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഈ പത്രിക സമർപ്പിക്കുന്നതിനൊപ്പം കൈമാറേണ്ട
തുക ആര്യാടൻ ഷൗക്കത്തിന് നൽകിയത്. ദീർഘകാലം 62 വർഷക്കാലം ആര്യാടൻ മുഹമ്മദ് ഈ INTUC-യുടെ അധ്യക്ഷനായിരുന്നു. പിന്നീട് ആര്യാടൻ ഷൗക്കത്ത് ഈ സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോഴും ഈ പുല്ലങ്കോട് തൊഴിലാളികളുടെ INTUC പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ ആര്യാടൻ ഷൗക്കത്താണ്. അങ്ങനെ ഈ കെട്ടിവെക്കുന്നതിനുള്ള തുക ഈ തൊഴിലാളികളാണ് അദ്ദേഹത്തിനെ കൈമാറിയത്. ആര്യാടൻ മുഹമ്മദിന്റെ കാലം മുതൽ ആ നിലയിലുള്ള ഒരു ശീലം ആര്യാടൻ ഷൗക്കത്തും തുടരുകയായിരുന്നു. എന്തായാലും വലിയ വാഹന അകമ്പടിയോടെ 11:30 മണിയോടുകൂടി തുടങ്ങിയ വാഹന റാലി നിലമ്പൂർ നഗരത്തെ എല്ലാം മറികടന്നുകൊണ്ട് ചന്തക്കുന്ന് മൈതാനത്തെ എല്ലാം മറികടന്നുകൊണ്ട് നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് എത്തുമ്പോൾ ഒട്ടനവധി പ്രവർത്തകർ 1000-ഓളം പ്രവർത്തകർ ഈ റാലിയിൽ പങ്കെടുത്തിരുന്നു. ഒപ്പം തന്നെ UDF-ന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ റാലിയിലുണ്ടായിരുന്നു. ലീഗിന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ റാലിയിലുണ്ടായിരുന്നു. ഹമീദ് മാസ്റ്റർ MLA അടക്കമുള്ള ആളുകൾ, ഒപ്പം തന്നെ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, റോജി എം ജോൺ, അൻവർ സാദത്ത്, ഒപ്പം തന്നെ VT ബൽറാം തുടങ്ങിയ യുവനിരയും ഈ റാലിയോടൊപ്പം അദ്ദേഹത്തെ അനുഗമിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, അനിൽകുമാർ അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ റാലിയോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. വിശദാംശങ്ങളാണ് റഫീഖ് കരീം നൽകിയത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെയാണ്. എറണാകുളം വൈപ്പിനിൽ നിർത്തിയിട്ട് റോറോയിൽ വാട്ടർ മെട്രോ ഇടിച്ച് അപകടം. ശക്തമായ ഒഴുക്കിൽ ബോട്ടിന്റെ നിയന്ത്രണം നഷ്ടമായി എന്നാണ് പ്രാഥമിക സൂചന. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് സംഭവിച്ചത്? ഇത് ഈ വാട്ടർ മെട്രോയിൽ യാത്രക്കാരൊക്കെ ഉള്ള സമയത്തായിരുന്നോ ഇങ്ങനൊരു അപകടം ഉണ്ടായത്? ഔദ്യോഗിക വിശദീകരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തിരിച്ച് ഹൈക്കോർട്ടിലേക്ക് വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. വാട്ടർ മെട്രോയുടെ നിയന്ത്രണം നഷ്ടമായി വൈപ്പിൻ ജെട്ടിയിൽ നിർത്തിയിട്ടിരുന്ന ഈ റോറോയിലേക്കാണ് ഇടിച്ച് കയറിയത്. ഈ റോറോയുടെ കൈവരി അടക്കം തകർന്നിട്ടുണ്ട്. അത് അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു. വാട്ടർ മെട്രോ നിലവിൽ ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 10:30 സംഭവം. ശക്തമായ കാറ്റിൽ നിയന്ത്രണം നഷ്ടമായി എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഒഴുക്കും അതോടൊപ്പം തന്നെ കാറ്റും ശക്തമായ ഒരു പശ്ചാത്തലത്തിൽ വൈപ്പിനിൽ നിന്ന് ഹൈക്കോടതിയിലേക്കുള്ള വാട്ടർ മെട്രോ സർവീസ് 2.5 മണിക്കൂറോളം നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു അപകടമായതിനാൽ തന്നെ വിശദമായ ഒരു അന്വേഷണം നടത്തിയ ഒരു പ്രാഥമിക റിപ്പോർട്ട് വാട്ടർ മെട്രോ ഒരുപക്ഷെ സമർപ്പിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. എന്നാൽ ഔദ്യോഗികമായൊരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. വിജയകുമാർ, ഈ വാട്ടർ മെട്രോ ഈ ബോട്ടിന് സർവീസ് നടത്താൻ പറ്റാത്ത തരത്തിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതിന് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ടോ വിഷ്ണു? അത്ര വലിയൊരു അപകടമായിരുന്നില്ല. ഈ വാട്ടർ മെട്രോ നിയന്ത്രണം നഷ്ടമായി ഇതിന്റെ കൈവരിയിൽ വന്ന് ഇടിക്കുകയും ആ കൈവരി തകരുകയുമാണ് ചെയ്തത്. നിലവിൽ റോറോ സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. അതിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. നിയന്ത്രണം നഷ്ടമായി, അതായത് ശക്തമായ ഒഴുക്കിൽ നിയന്ത്രണം നഷ്ടമായി എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അതിൻ്റെ ഒരു ശാസ്ത്രീയമായ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിലൊക്കെ ഇനി അന്വേഷണത്തിന് ശേഷമായിരിക്കും വ്യക്തമാക്കുക. വാട്ടർ മെട്രോ നിലവിൽ ഹൈക്കോടതി ജംഗ്ഷനിലേക്കും അതോടൊപ്പം തന്നെ ഈ റോറോ പതിവ് പോലെ സർവീസും ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നുമില്ല. ആളുകൾക്കാർക്കും അപായവും സംഭവിച്ചിട്ടില്ല. ആകെ ഉണ്ടായിരുന്നൊരു പ്രശ്നം ഈ 2 മണിക്കൂർ നേരത്തേക്ക് ഈ വാട്ടർ മെട്രോയുടെ സർവീസ് ശക്തമായ ഒഴുക്ക് ഉള്ളൊരു പശ്ചാത്തലത്തിൽ നിർത്തിവെക്കേണ്ടി വന്നു. അത് വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ, എറണാകുളം വൈപ്പിനിലാണ് നിർത്തിയിട്ട് റോറോയിൽ വാട്ടർ മെട്രോ ഇടിച്ച് അപകടമുണ്ടായത്. ശക്തമായ ഒഴുക്കിൽ ബോട്ടിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് സൂചന. പ്രതികൂല കാലാവസ്ഥ എന്നത് മാത്രമാണ് ഇപ്പോൾ വരുന്ന വിവരം. എന്തായാലും അതിന്റെ ഔദ്യോഗിക വിശദീകരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിലെത്തിയ കാട്ടാനയെ തുരത്തുകയാണ് ഇപ്പോഴും. ആന റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്ന പുതിയ ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. 2ാം ട്രാക്ക് കൂടി കടത്തിവിട്ടാലേ ആന ഉൾവനത്തിലേക്ക് പോകൂ എന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. പ്രദേശത്ത് RRT സംഘം അതിൻ്റെ ദൗത്യം തുടരുകയാണ്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട്ടു നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഇത് ആദ്യത്തെ ട്രാക്ക് കടന്ന് അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും അല്ലേ? 2ാം ട്രാക്ക് കടന്ന് വനത്തിലേക്ക് ഉൾക്കാട്ടിലേക്ക് പോകാൻ ഉള്ള ഒരു പ്രവണത ആ കാട്ടാനയ്ക്കില്ലേ?
തീർച്ചയായും ഇല്ല എന്ന് വേണം പറയാൻ. രണ്ടാമത്തെ ദൃശ്യം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം നമുക്കത് നൽകാനാകും. ആന ട്രാക്ക് മുറിച്ച് കടന്ന് കടന്നുപോയി. അതിനുശേഷം രണ്ടാം ട്രാക്കിന്റെ പരിസരത്തെത്തി വീണ്ടും കാട്ടാന തിരികെ ജനവാസ മേഖല ഉൾപ്പെടുന്ന മേഖലയിലേക്ക് തന്നെ തിരിച്ച് വരുന്ന ദൃശ്യങ്ങളാണ് ക്യാമറമാൻ രാജീവ് സുദേവ് അല്പസമയം മുൻപ് വീണ്ടും പകർത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കാനാകും. അതായത് ഒന്നാം ട്രാക്ക് മുറിച്ച് കടക്കുന്നു. ആ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറമാൻ പകർത്തിയിട്ടുണ്ട്. അതിനുശേഷം 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ അത് രണ്ടാം ട്രാക്കിലേക്ക് കടക്കുന്നുണ്ട്. ഏതാണ്ട് 2.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഒരു 15 മിനിറ്റോളം വനപാലക സംഘം RRT സംഘം പടക്കം പൊട്ടിച്ചും വെടിപൊട്ടിച്ചും ഒക്കെ ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ RRT സംഘം അവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ആന ഒന്നാം ട്രാക്ക് കടന്ന് രണ്ടാം ട്രാക്കും കടന്ന് ഉൾവനത്തിലേക്ക് പോകുന്ന മേഖലയിൽ നിന്ന് തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് വീണ്ടും നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. അതും അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആനയെ തുരത്താനുള്ള ദൗത്യം ഒരു മേഖലയിൽ നടക്കുന്നു. ഇപ്പോൾ കുങ്കി ആനയെ ഉപയോഗിക്കേണ്ടതില്ല, പടക്കം പൊട്ടിച്ച് തന്നെ കടത്തിവിടാമെന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഉള്ളത്. പുതുശ്ശേരി പഞ്ചായത്ത് അധികൃതരടക്കം ഈ പ്രദേശത്ത് തുടരുകയാണ്. വിജയകുമാർ. ജനവാസ മേഖലയിൽ തുടരുന്ന ആ കാട്ടാനയെ റെയിൽവേ ട്രാക്ക് കടത്തി രണ്ടാമത്തെ ട്രാക്ക് കൂടി കടത്തി കാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ അത് കാട്ടിലേക്ക് പോകാൻ വിമുഖത കാട്ടുന്നു എന്നാണ് ഇതുവരെ വരുന്ന വിവരങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. പ്രദേശത്ത് വനപാലക സംഘം RRT അതിന്റെ ദൗത്യം തുടരുകയാണ്. അട്ടപ്പാടിയിൽ ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ വയോധികൻ മരിച്ചു. ചീരക്കടവ് സ്വദേശി മല്ലനാണ് മരിച്ചത്. പശുവിനെ മേയ്ക്കാൻ പോയപ്പോൾ വനാതിർത്തിയോട് ചേർന്നാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ നയിച്ച SKN40 കേരള യാത്രയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. കേരളത്തിലെ ലഹരി വിൽപ്പന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് കൈമാറിയത്. ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ മാധ്യമ ജീവിതത്തിൽ 4 പതിറ്റാണ്ട് തികച്ച വേളയിലാണ് അരുത് അക്രമം അരുത് ലഹരി എന്ന സന്ദേശവുമായി SKN40 കേരള യാത്ര സംഘടിപ്പിച്ചത്. മാർച്ച് 16 തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച യാത്ര 14 ജില്ലകളും പിന്നിട്ട് ഏപ്രിൽ 20 കോഴിക്കോട് ബീച്ചിലാണ് സമാപിച്ചത്. യാത്ര ആരംഭിക്കുന്നതിന് മുന്നോടിയായി ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖത്തിൽ യാത്രയിൽ കണ്ടെത്തുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് സർക്കാരിന് വിശദമായ റിപ്പോർട്ട് നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. യാത്രയിൽ കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ എനിക്ക് കൈമാറുമോ? അത് നല്ലതാണ്. തീർച്ചയായിട്ടും ഞാനതൊരു ഒരു ഗവേഷണ ഗ്രന്ഥം പോലെ ഒരു ബുക്കാക്കി അങ്ങേക്ക് അതിൽ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ നമ്മളിപ്പോൾ അങ്ങ് പറഞ്ഞ ഒന്നിച്ച് നിൽക്കേണ്ട കാര്യമാണല്ലോ. ഇതിനകത്ത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. സന്തോഷമായിട്ട് ആവട്ടെ. കേരളത്തിലെ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ സ്വഭാവവും വ്യാപ്തിയും മയക്കുമരുന്ന് വ്യാപനത്തിന് കാരണമാകുന്ന അടിസ്ഥാന ഘടകങ്ങൾ, പ്രശ്നം പരിഹരിക്കുന്നതിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണമാണ് 24 ഗവേഷണ വിഭാഗം യാത്രയിലുടനീളം നടത്തിയത്. മയക്കുമരുന്നിനടിമയായവർ, ജനപ്രതിനിധികൾ, എക്സൈസ്, പോലീസ് ഉദ്യോഗസ്ഥർ, സാധാരണക്കാർ, ഡോക്ടേഴ്സ്, മനഃശാസ്ത്രജ്ഞർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ, ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർ, ലഹരിയിൽ നിന്നും മുക്തരായവർ, വിദ്യാർത്ഥികൾ എന്നിവരുമായെല്ലാം ചർച്ചകൾ നടത്തി. ഇതേ തുടർന്ന് ലഭിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മയക്കുമരുന്നിന്റെ ഭീഷണി ഫലപ്രദമായി തടയുന്നതിനുള്ള ശുപാർശകളും പരിഹാരമാർഗങ്ങളും റിപ്പോർട്ടിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ചടങ്ങിൽ 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ്, ന്യൂസ് ആൻഡ് പ്രോഗ്രാംസ് വൈസ് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ റിപ്പോർട്ടിലേക്കാണ്. രാജ്യത്ത് കോവിഡ് കേസുകൾ 3000 കടന്നു. 3395 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ആരോഗ്യ മന്ത്രാലയം ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. കേരളത്തിലാണ് കോവിഡ് വ്യാപനം കൂടുതൽ. കേരളത്തിൽ ഒരു കോവിഡ് മരണം സ്ഥിരീകരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. വിനീത VG വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് വിനീത, എന്താണ് രാജ്യത്തെ കോവിഡ് സാഹചര്യം? ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് രോഗവ്യാപനം കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്? വിജയകുമാർ, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇതനുസരിച്ച് രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോവിഡ് കേസുകൾ 3000-ന് മുകളിലേക്ക് കടന്നിരിക്കുന്നു. അതായത്
395 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായിട്ടാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ കോവിഡ് വ്യാപനം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1336 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയിൽ കേരളം കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ 375 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 467 പേർക്കും ഗുജറാത്തിൽ 265 പേർക്കും കർണാടകയിൽ 234 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കേസുകൾ മഹാരാഷ്ട്രയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ 1435 പേർ രോഗമുക്തരായെന്നും ഈ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 8 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തുവെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ പറയുകയാണ്. കേരളത്തിൽ ഒരു കോവിഡ് മരണം സ്ഥിരീകരിച്ചതായും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. യെസ്, മഹാരാഷ്ട്രയിൽ 467 പേർക്ക്, ഡൽഹിയിൽ 375 പേർക്ക്, ഗുജറാത്തിൽ 265 പേർക്ക്, കർണാടകയിൽ 234 പേർക്ക്, ഇങ്ങനെ സംസ്ഥാനം തിരിച്ചുള്ള കണക്കൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ അതിനിടയിൽ ഒരു മരണം, കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഇനി നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. നോക്കാം സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.